ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. മിഴിയോരത്തിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഹൃദ്രോഗം. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഹൃദ്രോഗം ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹൃദ്രോഗവും പ്രതിരോധ മാർഗ്ഗങ്ങളും അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ്. ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ്. ആരോഗ്യപരമായ ചോദ്യങ്ങൾക്ക് ഡോക്ടർ നേരിട്ട് ഉത്തരം നൽകുന്നതായിരിക്കും. വിളിക്കുന്ന നമ്പർ 0529611133. അതുപോലെ SMS ത്രൂ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. SMS നമ്പർ 3537. SMS ടൈപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് NTV സ്പേസ് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ പേര്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം, മിഴിയത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാർട്ട് ഡിസീസ് പ്രിവെൻഷൻ, അതിനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇപ്പം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എന്തൊക്കെയാണ് ജീവിതശൈലി ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഡോക്ടർ? ഓക്കെ, നമ്മൾ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് തന്നെ പത്രങ്ങളിലൂടെയും മറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ധാരാളം പേർ, അത് തന്നെ ചെറുപ്പക്കാർ, 30 വയസ്സിന് താഴെയുള്ള ആളുകൾ പോലും പലരും പെട്ടെന്നുള്ള കുഴഞ്ഞ് വീണ് മരിക്കുക. അതുമല്ലെങ്കിൽ വളരെയധികം ജീവിതശൈലി രോഗങ്ങൾക്ക് അടിപ്പെടുന്ന ഒരു കാഴ്ച. നമ്മളുടെ തന്നെ ഓറ ക്ലിനിക്കിലേക്കും മറ്റും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഉള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിസ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുമായിട്ട് വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. അപ്പോൾ സാധാരണ ജീവിതശൈലി, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗങ്ങളാണ്. ഒന്ന്, വേണ്ടത്ര രീതിയിലുള്ള ശാരീരികമായ എക്സസൈസുകളും മറ്റും നിലനിർത്തുക. 2, ഭക്ഷണത്തിൽ വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഇത് രണ്ടും പാലിക്കാത്ത ഒരവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക്, അതുമല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം നമുക്ക് ഇന്ന്, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളൈറ്റ്സ് മലയാളികൾക്കിടയിൽ ഇന്ന് ഏറ്റവും അധികം കാണുന്ന പ്രശ്നങ്ങൾ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ, ഒന്ന് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ രക്തധമനികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെ നമ്മൾ ഒരു കോമൺ ആയിട്ട് ഒരു പേരിട്ട് വിളിക്കുക കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ്. ഇതേപോലെ തന്നെ ഇതുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പ്രശ്നമാണ് സെറിബ്രോ വാസ്കുലർ ഡിസീസ്. അതായത് നമ്മളുടെ ഈ പറഞ്ഞ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലേക്കുള്ള, അതുമല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹത്തിൽ, അതുമല്ലെങ്കിൽ അങ്ങോട്ടുള്ള രക്തധമനികളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇത് സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്സ്, അതുമല്ലെങ്കിൽ ഡിസീസസ്, ഇതിലേക്ക് പലപ്പോഴും, ഇതാണ് സ്ട്രോക്ക് എന്നല്ല നമുക്ക് ഓമന പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു രോഗമാണ് രണ്ടാമതായിട്ട് കാണുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ്. അതായത് നമ്മളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലുകളിലെയും മറ്റും രക്തക്കുഴലുകൾക്ക് ഒക്ലൂഷൻ വരിക, അതുമല്ലെങ്കിൽ അവയ്ക്ക് തടസ്സം നേരിടുക, ഇതുമായി ബ്ലോക്കുകൾ ഉണ്ടായി. ഇങ്ങനെ അപ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തിനെ എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. പിന്നെ നമുക്ക് ഏവർക്കും, അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ജീവിതശൈലി, ഭക്ഷണശൈലി, ഇതൊന്നും ശ്രദ്ധിക്കാതെ നാം കുറേ കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി വളരെ നമുക്ക് പേര് കേട്ട് പരിചയമുള്ള ചില പ്രശ്നങ്ങളും ഈ പറഞ്ഞ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒന്ന്, അമിതവണ്ണം അഥവാ ഒബേസിറ്റി. ഇന്ന് അമിതവണ്ണം നമുക്കറിയാം കുട്ടികളിൽ പോലും ഒരു വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 2, അതെ, ഇത് വളരെ, കാരണം ഇപ്പോൾ നമുക്ക് ജങ്ക് ഫുഡിൻ്റെ അവൈലബിലിറ്റി പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ജങ്ക് ഫുഡ് അവൈലബിലിറ്റി ഇന്ന് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒബേസിറ്റി. ഇതേപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. ഇതും ഇന്ന് ഒരു ജീവിതശൈലി രോഗമായി പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉയർന്ന രക്തസമ്മർദ്ദത്തോടൊപ്പം തന്നെ അമിതമായിട്ട് രക്തത്തിൽ പഞ്ചസാര കാണുക, അതുമല്ലെങ്കിൽ ഡയബറ്റിസ്. അത് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കൺട്രീസ് വിത്ത് ഡയബറ്റിസ്. ഇന്ത്യയും അതുപോലെ തന്നെ UAE-യിലും ഇന്ന് ഡയബറ്റിസ് രോഗികൾ വളരെ കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ക്യാൻസർ അടക്കമുള്ള പല മാരക ആരോഗ്യ പ്രശ്നങ്ങളും
നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, അതായത് നമ്മളുടെ എല്ലുകൾക്ക് ശക്തി കുറയുന്ന ഒരവസ്ഥ, എല്ലുകൾക്ക് വേദനയും മറ്റും അനുഭവപ്പെടുന്ന ഒരവസ്ഥ, ഇങ്ങനെ പല അസുഖങ്ങൾ നമ്മൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ആയിക്കോട്ടെ. ഹലോ, നമസ്കാരം. ഹലോ, യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ഷെഫി. ഷെഫി, ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് പ്രഷർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ. പിന്നെ ഇന്ന് അപ്പോ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഇന്ന് പ്രഷർ കണ്ടത് 170, പിന്നെ ഹാർട്ട് റേറ്റും കൂടുതലായിരുന്നു. ഓക്കെ. ഈ പ്രഷർ 170 എന്നുള്ളത് മുകളിലത്തെ പ്രഷർ, അതായത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. അടിയിലത്തെ പ്രഷർ എത്രയുണ്ട്? ഡയസ്റ്റോളിക് എത്രയുണ്ട്? ഡയസ്റ്റോളിക് 90, 99. 170, 99 ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും അപ്പൊ ഡോക്ടർ നാട്ടിലൊക്കെ ചെക്കപ്പ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ ഈ അടുത്ത് തന്നെ ആൻജിയോഗ്രാം ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ അകത്തൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോ പക്ഷെ ഇപ്പോ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്. പക്ഷെ അതിന്റെ റീസൺ എന്താന്ന് അറിയില്ല. ഓക്കെ. ഇത് ഭർത്താവിന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 34. 34 വയസ്സ് അല്ലേ? അമിത വണ്ണമുള്ള പ്രകൃതമാണോ ആളുടേത്? അല്ല, ഇല്ല, 75 kg. 75 kgs ആണ് അല്ലേ? എന്താണ് ആളുടെ ജോലി? എന്താണ് ആൾക്ക് ഡെനാറ്റയിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. ഷുഗറിന്റെ ലെവൽ എങ്ങനെയുണ്ട്? ഡയബറ്റിസ് ഉണ്ടോ? ഷുഗർ ഇല്ല, ഷുഗർ നോർമലാണ്, കൊളസ്ട്രോൾ ലെവൽ നോർമൽ. ഓക്കെ. അച്ഛനമ്മമാർക്കോ സഹോദരന്മാർക്കോ ആർക്കെങ്കിലും, ഭർത്താവിന്റെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും പിന്നെ ആയിട്ട് അവരുടെ ഫാമിലിയിൽ, അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇതുപോലത്തെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ ഇപ്പോഴുള്ള BP ഇത് വളരെ ഉയർന്ന തലത്തിൽ തന്നെയുള്ള ഒരു BP ആണ്. ഇപ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ആള്? കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മരുന്നുകൾ കഴിക്കുന്നത്? ഹലോ ഹലോ ഹലോ, കേൾക്കാനുണ്ടോ? ഓക്കെ, കോളർ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടോക്ക് തന്നെ ഇതായിരുന്നു അല്ലേ? അതായത് ചെറുപ്പക്കാരിൽ പോലും ഇന്ന് ഈ പറഞ്ഞ ജീവിതശൈലി പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ ജീവിതശൈലി തിരിച്ചെത്തിയിരിക്കുകയാണ്. യെസ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ചോദിച്ചോളൂ. ഡോക്ടർ, പറഞ്ഞോളൂ. എന്താണ് അപ്പോൾ? അമിനോൾപിൻ ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അമിനോഡിപ്പിൻ കഴിക്കുന്നുണ്ട്. എത്ര നേരം കഴിക്കുന്നുണ്ട്? എത്ര mg ആണ് കഴിക്കുന്നത്? 10 mg അല്ലെ? 2 നേരം കഴിക്കുന്നുണ്ടോ? ഒരു നേരമാണ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഭർത്താവിന്റെ BP ഈ പറഞ്ഞ രീതിയിൽ 170, 99 എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ BP തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ തീർച്ചയായും അദ്ദേഹം ക്രമീകരണം, കുറച്ചുകൂടി ഡോസേജിൽ മാറ്റങ്ങൾ വരുത്തുകയോ മറ്റോ ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത്, BP കുറയുന്നില്ല, മരുന്ന് കഴിച്ചത് കൊണ്ട് BP കുറയുന്നില്ല എന്നുള്ളത് ഒരു കാരണമാക്കി നാം ഒരിക്കലും എടുക്കാതിരിക്കുക. കാരണം ജീവിതശൈലി ക്രമീകരണം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും നമ്മളുടേതായിട്ടുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങളും എല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് 2 മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, നല്ല രീതിയിൽ ജീവിതത്തിൽ ജീവിത സംഘർഷം, അതുമല്ലെങ്കിൽ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള വഴികൾ ചെയ്യുക. ഉദാഹരണത്തിന് യോഗ പോലെയുള്ള അഭ്യാസങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പരിശീലനം. ഇത് തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക്, അതായത് ദീർഘകാലയളവിൽ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും BP കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. 2, ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ഡയറ്ററി പാറ്റേൺ, ഭക്ഷണത്തിൽ വളരെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതിൽ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കഴിയുന്നത്ര കുറയ്ക്കുക. ഓക്കെ, അത് ഡോക്ടറോടും മറ്റും സംസാരിച്ച് നിങ്ങൾ വേണമെങ്കിൽ ഭർത്താവിന് കുറച്ച് കാലത്തേക്ക് ഒരു ഡയറ്റ് ചാർട്ട് തന്നെ
ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് കൂടുതലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണം, അതേപോലെ തന്നെ റെഡ് മീറ്റും മറ്റും കഴിയുന്നത്ര കുറച്ചുകൊണ്ട് മത്സ്യം കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം തീർച്ചയായും അദ്ദേഹം പാലിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 2 മാർഗങ്ങൾ ജീവിതശൈലിയിൽ ഇഴക്കി ചേർത്തുകൊണ്ട് ഇപ്പോൾ ഉള്ള മരുന്നുകളിൽ ഉള്ള ക്രമീകരണം ഇതും കൂടി നടത്തുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പരമ്പരാഗത ചികിത്സകളിൽ പല മാർഗങ്ങളും BP കുറയ്ക്കാനുണ്ട്. ഒരു ചെറിയ മാർഗം മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങയുടെ മുരിങ്ങ തോല് നമുക്ക് ലഭിക്കും. ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്, അതുമല്ലെങ്കിൽ മുരിങ്ങയിലയും മുരിങ്ങാക്കോലും മറ്റും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും പൊതുവെ BP-യെ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഭർത്താവിൻ്റെ ഒരു ശരീരപ്രകൃതവും ബാക്കിയുള്ള ലക്ഷണങ്ങളുമെല്ലാം നോക്കിയിട്ട് വേണം പരമ്പരാഗത ചികിത്സകളിൽ നമുക്കൊരു ഏത് തരത്തിലുള്ള ചികിത്സ എന്ന് തീരുമാനിക്കാനായിട്ട്. എന്തായാലും ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലും ഞാനിപ്പോൾ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും BP നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും നമ്മളുടെ വിഷയം ഇന്ന് ഹൃദ്രോഗങ്ങൾ എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക്, അതായത് എങ്ങനെയാണ് ഹൃദ്രോഗം ഒരാളിൽ രൂപപ്പെടുന്നത്, സാധാരണമായിട്ട് എങ്ങനെയാണ് ഹൃദ്രോഗം ഒരാളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് ഒന്ന് ക്ലിയർ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. In healthy coronary arteries, the blood flows without obstruction. In diseased coronary arteries, a fatty substance called plaque forms in the artery walls, and as the disease advances, may bulge out into the path of the onrushing blood, blocking the oxygen and nutrients the heart desperately needs, and from time to time, causing symptoms like chest pains and shortness of breath. But heart attacks result more often from plaque that does not protrude into the artery itself, but remains hidden in the artery wall. One of the scariest things about coronary artery disease is that it can remain silent for so long. You can have plaque buildup in the coronary that isn't causing you any problem, doesn't cause you any symptoms, doesn't even cause a positive stress test, but suddenly ruptures. It ruptures, it causes a blood clot to form, the rest of the coronary artery, the rest of the pipe suddenly gets blocked, and a heart attack occurs. And that's really the most common cause of heart attack. This is what kills people, often in the primes of their lives. All plaque is dangerous, but some plaques are unstable, on the verge of rupture. Scientists are today trying to determine how to identify the unstable plaque, while doctors try and help patients minimize their risks. ഇപ്പം നമ്മൾ കണ്ടത് ഡോക്ടർ വളരെ സാധാരണയായിട്ട് എങ്ങനെയാണ് ഒരു ഹൃദ്രോഗം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടത് രക്തധമനികൾ, സാധാരണമായിട്ട് രക്തധമനികളിലൂടെ രക്തപ്രവാഹം വളരെ സ്മൂത്തായിട്ട് നടക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് സംഭവിക്കുന്നത് നമ്മളുടെ തന്നെ രക്തക്കുഴലുകൾക്ക് ഉള്ളിലായിട്ട്, ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ പലതരത്തിലുള്ള അസുഖങ്ങൾ, ഡയബറ്റിസ്, അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ, അതേപോലെ തന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ, അതുമല്ലെങ്കിൽ ഉയർന്ന തോതിൽ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉള്ളവർ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവരുടെ രക്തത്തിൽ ഈ പറഞ്ഞ രീതിയിൽ, ഉദാഹരണത്തിന് കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരാൾ, ഇയാളുടെ രക്തത്തിൽ ഈ കൊളസ്ട്രോൾ കലർന്ന രക്തം ഈ രീതിയിൽ രക്തധമനിയിലൂടെ പ്രവഹിക്കുന്നു. ഇങ്ങനെ പ്രവഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും ഇത് എൻഡോത്തീലിയൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മളുടെ രക്തധമനികൾക്ക് ഉള്ളിലായിട്ട് ഉണ്ടാക്കുകയാണ്. അതായത് രക്തധമനികളുടെ വശങ്ങളിൽ, അതുമല്ലെങ്കിൽ അവയ്ക്ക് ഉള്ളിലേക്കായിട്ട് ഈ പറഞ്ഞ ലിപ്പിഡ്സ്, അതുമല്ലെങ്കിൽ ഫാറ്റ് മോളിക്യൂൾസ് കടന്നു ചെല്ലുകയും അതിനുള്ളിലായിട്ട് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തു ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് പോലെ ഇത് ആർട്ടറീസിൻ്റെ ഉള്ളിലായിട്ട് ഈ പൈപ്പുകൾക്ക് ഉള്ളിൽ സൈഡിൽ പറ്റി പിടിക്കുന്നത് പോലെ പിടിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഒരു പടി കൂടി കടന്ന് നമ്മളുടെ രക്തധമനികളുടെ ചർമ്മത്തെ, അതുമല്ലെങ്കിൽ അതിൻ്റെ ആ ഭിത്തിയെ തുരന്ന്
ഉള്ളിലേക്ക് കടക്കുന്നു. അതായത് രക്തധമനികളുടെ ഭിത്തികൾക്ക് ഉള്ളിലായിട്ടാണ് യഥാർത്ഥത്തിൽ പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ ആ വീഡിയോയിൽ തന്നെ നാം കാണുകയുണ്ടായി, ഈ രീതിയിൽ രക്തധമനികൾക്കുള്ളിലായിട്ട് ഈ ഒരു പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നത് പലപ്പോഴും ഇവയിലേക്ക് വീണ്ടും വീണ്ടും കൊളസ്ട്രോളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞ് ഇവിടെ ഒരു വീർപ്പ് രൂപപ്പെടുന്നു. പലപ്പോഴും ഇത് ഒരു കൊറോണറി ആർട്ടീരിയൽ ഡിസീസ്, അതുമല്ലെങ്കിൽ നമ്മളുടെ രക്തധമനികളിൽ ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് പലരും അറിയുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു അവസരത്തിലാണ്. അതുകൊണ്ടാണ് ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, അതായത് പലപ്പോഴും ഹാർട്ട് ഡിസീസിന്റെ ആദ്യ ലക്ഷണം മരണമാണ് എന്ന്. അതായത് പറയുന്നത് ഏകദേശം 35% രോഗികൾ, അതായത് 100 ഹൃദ്രോഗികൾ എടുത്തു കഴിഞ്ഞാൽ 35% പേരും നേരെ ഹൃദയാഘാതത്തിലേക്ക് കടക്കുന്നത് മരണമെന്ന പര്യവസാനത്തിലാണ്. ഇനി മറ്റൊരു 35% പേർ ആദ്യമായിട്ട് അറിയുന്നത് തങ്ങളുടെ ആർട്ടറീസ്, അതുമല്ലെങ്കിൽ രക്തധമനികൾ ഇത്ര രോഗാതുരമായിരുന്നു എന്ന് പലരും അറിയുന്നത് ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക്, അതുമല്ലെങ്കിൽ ആ നെഞ്ചുവേദനയും ശ്വാസം മുട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് പലരും ഇത് ഹാർട്ട് ഡിസീസ് ആണ് തങ്ങൾക്ക്, അതുമല്ലെങ്കിൽ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഹൃദ്രോഗമാണ് തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയുന്നത്. അപ്പോൾ ഈ പ്ലാക്കുകൾ ഈ രീതിയിൽ രൂപപ്പെട്ട് പിന്നീട് സംഭവിക്കുന്നത്, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്ലാക്കുകൾ രൂപപ്പെട്ട് തടസ്സമുണ്ടാകുന്നു എന്നതിനേക്കാളും പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്ലാക്കുകൾ നമ്മളുടെ രക്തധമനികളുടെ ഭിത്തികൾക്കുള്ളിലായിട്ടുണ്ടായിരിക്കുന്ന ഈ പ്ലാക്ക് പൊട്ടുകയും ഇത് പൊട്ടി ഇതിനുള്ളിലുള്ള മാലിന്യങ്ങൾ പെട്ടെന്ന് പുറന്തള്ളപ്പെടുകയും ഇവയ്ക്ക് ചുറ്റുമായിട്ട് നമ്മളുടെ രക്തം കട്ടപിടിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഈ പൊട്ടിയ പ്ലാക്കിന് ചുറ്റുമായി രക്തം കട്ടപിടിക്കുമ്പോഴാണ് പലപ്പോഴും രക്തധമനികൾ തടസ്സപ്പെടുത്തുകയും അത് തദ്വാര ഈ ഹൃദ്രോഗം, അതുമല്ലെങ്കിൽ ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജീവിതശൈലി, ഭക്ഷണശൈലി ഇവയിലുള്ള നിയന്ത്രണമാണ് നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ഒരു ജീവിതശൈലി തന്നെയാണ് ഹൃദ്രോഗത്തിനെ തടയാനായി ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും ഡോക്ടറിന് പറയേണ്ടത്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. തീർച്ചയായും വീഡിയോത്തിലൊരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് ഡോക്ടർ ഈ ഒരു ഹാർട്ട് ഡിസീസ്, അതുപോലെ പ്രിവെൻഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും.